ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിന് എന്തെങ്കിലുമൊക്കെ വിഷമമുള്ള അവസ്ഥയിൽ നമുക്കൊരു സാന്ത്വനം കിട്ടുന്ന ഒരു ആശ്രയ സ്ഥലമാണ്. എന്താഗ്രഹവും സാധിക്കും ഈ അമ്പലത്തിൽ നിന്ന് ഈ വഴിപാട് കഴിച്ചാൽ. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു, ഭഗവാൻ സാധിച്ചു തന്നു. അതിന് ഭഗവാനോട് ഒരുപാട് കടപ്പാട് നന്ദിയുണ്ട്. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്ക് അടുത്ത് പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം 2000 വർഷം പഴക്കമുള്ള അതിപുരാതനമായ ഒരു ബ്രഹ്മാണ്ഡ ക്ഷേത്രമാണ് പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ചുവർ ചിത്രങ്ങളാൽ മനോഹരമാക്കിയ ഒരു ബ്രഹ്മാണ്ഡ വട്ട ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി വണരുളുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. മറ്റ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ ആയുധമായ വേൽ തലകീഴായി പിടിച്ച് അത്യുഗ്രഭാവത്തിലാണ് ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്നത്. താരകാസുര നിഗ്രഹത്തിന് ശേഷം തൻ്റെ ക്രോധം വിട്ടൊഴിയാത്ത ഭാവത്തിലാണ് തൻ്റെ ആയുധമായ വേൽ തലകീഴായി പിടിച്ച് ഭഗവാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ക്രോധരൂപ ഭാവത്തിലുള്ള ശ്രീ സുബ്രഹ്മണ്യൻ വാഴുന്ന കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് ഈ പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുദോഷങ്ങൾ, ആഭിചാരദോഷങ്ങൾ, രോഗദുരിതങ്ങൾ എന്നിവയിൽ നിന്നും മുക്തി നേടുന്നതിന് ഈ ശ്രീമുരുക ദർശനം അത്യുത്തമമാണ്. ഈ പ്രത്യേകതകൾ കൊണ്ട് ക്രോധഭാവത്തിലുള്ള ശ്രീമുരുകനെ ദർശിക്കുന്നതിനും തങ്ങളുടെ സങ്കട ദുരിതങ്ങൾ ഭഗവാനോട് പറയുന്നതിനുമായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് ദിനംതോറും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറുനാഴി പായസം, അരവണ, മുഴുക്കാപ്പ്, നാരങ്ങ സമർപ്പണം, ഇതൊക്കെയാണ് കലിയുഗവരതനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി അനുഗ്രഹീതനാവാൻ വേണ്ട വഴിപാടുകൾ. ഭക്തരുടെ അഭീഷ്ടമനുസരിച്ച് ഭഗവാൻ അനുഗ്രഹിച്ച് ഭക്തരെ മോക്ഷമുക്തികളിലേക്ക് ലയിപ്പിക്കുന്ന മഹാശക്തിയാണ് ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി. ഇവിടുത്തെ പ്രത്യേകത എന്തുവെന്ന് വെച്ചാൽ ഈ വേല് താരകാസുര സംഹാര സമയത്തെ നടപടി അനുസരിച്ചാണ് വേല് കീഴ്പോട്ട് കുത്തിയാണ് നിൽക്കുന്നത്. ശത്രു സംഹാരമാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് കൂടുതലും
ശത്രുതാഭാവങ്ങളെയെല്ലാം ഹനിക്കുവാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രത്യേകത കൂടുതലുണ്ട്. ഭഗവാൻ അഭിഷേകങ്ങൾ, അനേവധി അഭിഷേകങ്ങൾ നടക്കുന്നു. നമുക്ക് അജയ്യമായിരിക്കുന്ന പരീക്ഷകൾ, കേസുകൾ ഒക്കെ ജയിച്ചു കിട്ടാനും നേടിയെടുക്കാനും വേണ്ടി സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് ഉരിയരിപ്പായസം. പിന്നീട് അറുനാഴിപ്പായസം, അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതും ഏറ്റവും വലിയൊരു വഴിപാടാണ് അറുനാഴിപ്പായസം. ഈ 3 കൂട്ടമാണ് പ്രധാന നിവേദ്യമായിട്ടുള്ള വഴിപാടുകൾ. പിന്നെ നാരങ്ങാ സമർപ്പണം, അത് ഭക്തരുടെ അഭീഷ്ടങ്ങൾ നടപ്പാക്കി കൊടുക്കാൻ അദ്ദേഹം സംപ്രീതനാവാൻ വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടാണ് നാരങ്ങാ സമർപ്പണം. എല്ലാ ചൊവ്വാഴ്ചകളിലും നടന്നു വരുന്നു. ചൊവ്വാഴ്ച അതിൻ്റെ പ്രാധാന്യമുള്ള ദിവസം. എല്ലാത്ത ദിവസവും നാരങ്ങ വയ്ക്കുന്നുണ്ട്, എന്നാൽ പ്രാധാന്യമുള്ള ദിവസം ഈ ചൊവ്വാഴ്ചയാണ്. ഒരു പൂവും ഒരു നാരങ്ങായുമായിട്ട് ഭക്തൻ ആത്മാർത്ഥമായിട്ട് മനസ്സുരുകി പ്രാർത്ഥിച്ച് 6 പ്രദക്ഷിണം വെച്ച് കൊണ്ടുവന്ന് തിരുനടയിൽ സമർപ്പിക്കുകയാണ്. അത് മേശാന്തി പീഠത്തെ കൊണ്ട് സമർപ്പിച്ച് അങ്ങനെ 6 ചൊവ്വാഴ്ച നടക്കുന്നുണ്ട്. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഭക്തൻ്റെ അഭീഷ്ടങ്ങൾ സാധിച്ചു കിട്ടുന്നു എന്നാണ് ഇപ്പോൾ കണ്ടുവരുന്ന വിശ്വാസം. പഞ്ചാമൃതാഭിഷേകം ഏറ്റവും പ്രധാനപ്പെട്ട അഭിഷേകമാണ്. ജീവൻ മുക്തിയെപ്പോലും സാധിച്ചു കൊടുക്കുന്ന ഒരു അഭിഷേക സമ്പ്രദായമാണ് പഞ്ചാമൃതാഭിഷേകം. പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഭഗവാന് സമർപ്പിക്കുന്ന ഈ പഞ്ചാമൃതം ഭക്തനെ ഏറ്റവും കൂടുതൽ അനുഗ്രഹീതനാകുന്നു. ഇനി പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭഗവാൻ എങ്ങനെയാണ് ഈ ഗ്രാമത്തിൽ കുടികൊണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐതിഹ്യ കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. അതിപുരാതന കാലത്ത് ഈ പെരുന്ന ഗ്രാമം നിരവധി സാത്വികരായ ബ്രാഹ്മണരാൽ നിറഞ്ഞ ഒരു ഗ്രാമമായിരുന്നു. ഈ ഗ്രാമത്തോട് ചേർന്ന് ഉമ്പഴി എന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഈ ഉമ്പഴിയിലെ ജനങ്ങൾക്ക് ഈ പെരുന്നയിലെ ജനങ്ങളോടും ബ്രാഹ്മണരോടും പുച്ഛവും വിദ്വേഷവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവസരം കിട്ടുമ്പോഴെല്ലാം പെരുന്ന ഗ്രാമവാസികളെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഉമ്പഴി ഗ്രാമവാസികളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഒടുവിൽ പെരുന്നയിലെ സാത്വികരായ ബ്രാഹ്മണർ കൂട്ടം ചേർന്ന് ഒരു പോംവഴി ആലോചിച്ചു. അങ്ങനെ പെരുന്ന ഗ്രാമത്തിലെ താമരശ്ശേരി മനയിലെ സുബ്രഹ്മണ്യ ഭക്തനായ ഒരു ബ്രാഹ്മണനെ അവർ ചെന്ന് കണ്ടു. താമരശ്ശേരി ഇല്ലത്തെ ഈ ബ്രാഹ്മണൻ നിരന്തരം പഴനിയിൽ ദർശനത്തിന് പോകുന്ന ആളായതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ ചെന്ന് കണ്ടത്. പഴനി ദർശനത്തിന് പോകുമ്പോൾ ഉമ്പഴിയിലുള്ള ജനങ്ങൾ തങ്ങളെ ആക്രമിക്കുന്ന കാര്യം പഴനി ആണ്ടവനോട് ഉണർത്തിക്കണമെന്ന് പെരുന്നയിലുള്ള ജനങ്ങൾ ബ്രാഹ്മണനോട് അഭ്യർത്ഥിച്ചു. അപ്രകാരം പെരുന്ന നിവാസികളുടെ സങ്കടം താമരശ്ശേരിയിലെ ബ്രാഹ്മണൻ പഴനി ദർശനത്തിന് പോകുമ്പോഴെല്ലാം പഴനി ആണ്ടവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒടുവിൽ ബ്രാഹ്മണന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ഇനി മുതൽ പെരുന്ന നിവാസികളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിനായി പഴനിമലയിലെ അതേ ചൈതന്യത്തോടെ ഞാൻ പെരുന്നയിൽ കുടികൊള്ളുമെന്നും അതിനായി കൊടുന്തറയാറിൽ, അതായത് ഇന്നത്തെ അച്ചൻകോവിലാറിൽ തൻ്റെ വിഗ്രഹമുണ്ടെന്നും ആ വിഗ്രഹം പെരുന്നയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കണമെന്നും ശ്രീ സുബ്രഹ്മണ്യൻ ബ്രാഹ്മണന് സ്വപ്ന ദർശനം നൽകി. അങ്ങനെ ഭഗവാന്റെ സ്വപ്ന ദർശന പ്രകാരം താമരശ്ശേരി മനയിലെ ബ്രാഹ്മണൻ കൊടുന്തറയാറിൽ നിന്നും വിഗ്രഹം കണ്ടെത്തി. ആ വിഗ്രഹം എടുത്ത് വരുന്ന വഴി പത്തനംതിട്ടയിലെ വേങ്ങരിൽ അദ്ദേഹം കുറച്ചു സമയം വിശ്രമിച്ചു. അതോടുകൂടി അവിടെ ശ്രീ സുബ്രഹ്മണ്യന്റെ ചൈതന്യം വ്യാപിച്ചു. അത് മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ ഒരു ബാലാലയ പ്രതിഷ്ഠ നടത്തി. എന്നാൽ ഭഗവാന്റെ അരുൾപ്പാടനുസരിച്ച് പെരുന്നയിൽ പ്രതിഷ്ഠിക്കാനാണല്ലോ ഭഗവാൻ പറഞ്ഞത് എന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു. ഉടൻ തന്നെ അവിടെ നിന്നും അദ്ദേഹം പെരുന്നയിൽ വന്നെത്തി. പെരുന്നയിൽ വന്നെത്തിയ ശേഷം ഇവിടുത്തെ 5 ബ്രാഹ്മണ ശ്രേഷ്ഠരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. അങ്ങനെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായ ശേഷം അദ്ദേഹം വേങ്ങലിലെത്തി ബാലാലയത്തിൽ നിന്നും ആ വിഗ്രഹമെടുത്ത് ഇവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. പിന്നീട് ഈ സുബ്രഹ്മണ്യ ചൈതന്യം ആഭിചാരത്തിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഈ ഉമ്പഴി ഗ്രാമവാസികൾ എന്നേക്കുമായി നാമവിശേഷമായി തീർന്നു. പെരുന്നയിലെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്ന ഗ്രാമം അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു. ഇന്ന് പെരുന്ന ക്ഷേത്രത്തിൽ വാഴുന്ന ശ്രീ സുബ്രഹ്മണ്യൻ ഉപപ്രതിഷ്ഠകളായ ഗണപതി, ശ്രീ മഹാദേവൻ, ശ്രീകൃഷ്ണൻ, നാഗദൈവങ്ങൾ, യക്ഷി, ബ്രഹ്മരക്ഷസ് എന്നിവരുടെ സംരക്ഷണത്തിൽ പൂർവാധികം ശക്തിയോടെ ഈ ക്ഷേത്രത്തിൽ വാണരുളുന്നു. ഈ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ ദർശിക്കുന്നവർക്കെല്ലാം ഭഗവാൻ സർവ്വ അനുഗ്രഹങ്ങളും നൽകുന്നുണ്ട്. ഇനി പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയാം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന സമയത്ത് ഈ ക്ഷേത്രത്തിലാണ് ആദ്യമായി ഭക്തജനങ്ങളെ പ്രവേശിപ്പിച്ചത് എന്നുള്ള പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. അതുമാത്രമല്ല 1937
മഹാത്മാഗാന്ധി ഈ ക്ഷേത്രം ദർശനം നടത്തിയിട്ടുണ്ട്. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി പറയാം. മകയിരം നക്ഷത്രക്കാർ ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. അവരുടെ നാള് സംബന്ധമായിട്ടുള്ള സർവ്വദോഷ പരിഹാരത്തിന് ഈ ക്ഷേത്ര ദർശനം അത്യുത്തമമാണ്. അതുമാത്രമല്ല, ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തർ ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത് അവരുടെ ജീവിതത്തിൽ ഉന്നത വിജയം ഉണ്ടാകുന്നതിന് ഉത്തമമാണ് എന്നുള്ളതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തരായ നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ദിനംതോറും ദർശനത്തിനായി എത്തിച്ചേരുന്നത്. ഈ പ്രത്യേകതകൾക്കപ്പുറം ഒരു അത്ഭുത പ്രതിഭാസവും ഈ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. അതായത് മീനം 10-നാണ് ഈ ക്ഷേത്രത്തിലെ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം. അന്നേ ദിവസം രാവിലെ 6 മണിയോടെ സൂര്യരശ്മികൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പതിക്കുന്നു എന്നുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത്. ഈ സൂര്യരശ്മികൾ ബലിക്കൽപുരയും നമസ്കാര മണ്ഡപവും പിന്നിട്ടാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എത്തുന്നത് എന്നുള്ളത് ഒരു മഹാത്ഭുതം തന്നെയാണ്. ഇനി പെരുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് പറയാം. ഈ ക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചകളും അതിവിപുലമായി ആചരിച്ചു വരുന്നു. കൂടാതെ എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ ചൊവ്വാഴ്ച അതിവിപുലമായാണ് ഈ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നത്. കൂടാതെ എല്ലാ മാസത്തിലെയും ഷഷ്ഠി ഈ ക്ഷേത്രത്തിൽ പ്രാധാന്യമായി ആഘോഷിച്ചു വരുന്നു. കൂടാതെ തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി അതിലേറെ പ്രാധാന്യത്തോടെ ഈ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നു. ഞങ്ങളിവിടെ ഇപ്പോൾ 3 വർഷമായിട്ട് വരാൻ തുടങ്ങിയത്. വന്നതിനൊക്കെ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് 2നും ജോലിയായി, എനിക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റി. ഇനി വര വെക്കണം, കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കണം, എല്ലാം നാരങ്ങ വെക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, മുരുകൻ നടത്തി തരട്ടെ. ഞാൻ വരാൻ തുടങ്ങി എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അതിപ്പോൾ ഞാൻ ഷഷ്ടി എടുക്കും, സ്കന്ദഷഷ്ടി എടുക്കും, എല്ലാം എടുക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒറ്റനാരങ്ങ എടുക്കണമെന്ന് പറഞ്ഞു. ഒറ്റനാരങ്ങ അങ്ങനെ എടുത്തൊരു 9-10 ആയപ്പോഴത്തെ എൻ്റെ കുഞ്ഞ് ജർമ്മനിക്ക് പോയി. എനിക്കൊരു അനുഭവം തന്നെയാണ്. പിന്നെ ഇപ്പോഴും അവിടെ കുഞ്ഞവിടാണ് 3 വർഷമായി. ഇപ്പം 2ാമത്തെ അമ്മനെ എഞ്ചിനീയറിംഗ് പഠിച്ച് ജോലിക്ക് കയറി. പക്ഷേ അവനൊരു വിഷയം കൂടെ കിട്ടാനുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് അവന് ഷിപ്പിൽ കയറണമെന്നും പറഞ്ഞുണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. എനിക്ക് പിന്നെ ഇതിന് നോയമ്പും നേർച്ച ഷഷ്ടി നടത്തിയാണ് എനിക്കൊരു വീടായത്. ഇവിടെ വന്ന് ഒരു പ്രത്യേക ഇതനുഭവമാണ്. ആദ്യം വന്ന് ഞാൻ പിന്നെ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ വരുമ്പോൾ 3 പേരായിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളവരെ ഒത്തിരി പേരെ ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് അനുഭവങ്ങളും ഉണ്ട്. ആദ്യം വന്ന് ഇതുപോലെ പിന്നെ ഗണപതിക്ക് ഒറ്റനാരങ്ങ വെച്ചു. അത് കഴിഞ്ഞ് മുരുകന് ഒറ്റനാരങ്ങ. ഇപ്പം നമ്മൾ ഞാൻ 5 പേർക്ക് വേണ്ടിയായിരുന്നു വെച്ചിരുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും എൻ്റെ ഭർത്താവിനും വേണ്ടി. എല്ലാം കാര്യങ്ങളെല്ലാം നല്ല പോലെ എനിക്ക് അനുഭവമായത്. ഇപ്പോൾ അതിൻ്റെ ഇളയ മോന് ജോലിക്ക് വേണ്ടിയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ജോലിയായി, പക്ഷേ ഇനി പിന്നെ ഷിപ്പിൽ കയറണമെന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. ഇവിടെ വന്ന് ഒറ്റനാരങ്ങ വഴിപാട് കഴിച്ച് എൻ്റെ മകൻ്റെ വിവാഹം നടന്നു. ഇപ്പോൾ 1 വർഷമായി കഴിഞ്ഞിട്ട് അവന് നല്ലൊരു ബന്ധമാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ എല്ലാവരും മക്കൾക്ക് വേണ്ടിയിട്ടാണേലും എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ വന്ന് ഇങ്ങനെ ഒറ്റനാരങ്ങ വഴിപാട് കഴിച്ച് അവർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാറുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് ഈ ഭഗവാന്റെ ഒരു ദാസിയാണ്. ഞാൻ ഒറ്റ നാരങ്ങയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൊണ്ട് തന്നെ എല്ലാ ഈ നാരങ്ങ വയ്ക്കാറുള്ളതാണ്, വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിന് എന്തെങ്കിലുമൊക്കെ വിഷമമുള്ള അവസ്ഥയിൽ നമുക്കൊരു സാന്ത്വനം കിട്ടുന്ന ഒരു ആശ്രയ സ്ഥലമാണ് ഭഗവാൻ. പിന്നെ എനിക്കിവിടെ വന്നുകൊണ്ട് നമുക്ക് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ മക്കളൊക്കെ നല്ല രീതിക്ക് പഠിക്കാൻ സാധിച്ചു.
ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. പിന്നെ മോളാണേലും പുറത്ത് UK പോകാൻ സാധിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുന്നിടത്തെല്ലാം നമുക്ക് താങ്ങായിട്ട് ഭഗവാൻ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുടെ പഠിത്തത്തിനായാലും അതുപോലെ എനിക്കൊരു ഷോപ്പുണ്ട്, അത് പൂട്ടി റെൻറ്റിന് കൊടുക്കാൻ മേലാതെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നാരങ്ങ സമർപ്പിച്ച് ഭഗവാൻ എനിക്ക് സാധിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ ഭഗവാന്റെ അടുത്ത് എല്ലാ ചൊവ്വാഴ്ചയും പറ്റുമ്പോഴൊക്കെ വരാറുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും. ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ മോളുടെ വിവാഹമായി. ഞാനിവിടെ എല്ലാ ചൊവ്വാഴ്ചയും വന്ന് ഒറ്റനാരങ്ങ വെക്കാറുണ്ട്. ഇത്ര എണ്ണം എന്നുണ്ട്. ചിലർ ഒരു 6 എണ്ണം വെക്കും, ചിലർ 12 എണ്ണം വെക്കും. അത് കഴിഞ്ഞ് അത് സമർപ്പിക്കും. അത് ദക്ഷിണ സമർപ്പിച്ചിട്ട് പിന്നെയും തുടങ്ങും. അങ്ങനെ എന്താഗ്രഹവും സാധിക്കും ഈ അമ്പലത്തിൽ വന്ന് ഈ വഴിപാട് കഴിച്ചാൽ. എൻ്റെ ചേട്ടന് ആട്ടിന് ഇച്ചിരി അസുഖമായിരുന്നു. ഞാൻ അന്നേരം ഇവിടെ വന്ന് ഒറ്റ നാരങ്ങ വെച്ചു. ഒത്തിരി വ്യത്യാസമൊക്കെ വന്നു. പിന്നെ രണ്ടാമത്തേത് എൻ്റെ വീടിന് വേണ്ടി ഞാൻ നാരങ്ങ വെച്ചു. അതും എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റി. ഇനി എൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ വെച്ചുകൊണ്ട് ഇന്നും ഇരിക്കുന്നു. വീട് റെഡിയാക്കിയെല്ലാം തന്നു. ഇനി എൻ്റെ മോൻ്റെ കല്യാണം കൂടെ ഞാൻ കിട്ടുന്നുള്ള പ്രതീക്ഷ മുരുകനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇനി ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് പറയാം. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ തുടങ്ങി ഉത്രനാളിൽ ആറാട്ടുകുഴി അവസാനിക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നത്. അതിൽ 8ാം ദിവസം 1976 ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് നടയിരുത്തിയ വള്ളി എന്ന പിടിയാനയാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ തിടമ്പേറ്റുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അതുകൂടാതെ മകരമാസത്തിലെ തൈപ്പൂയം കാവടി ആഘോഷത്തോടെ ഇവിടെ അതിവിപുലമായി ആഘോഷിക്കാറുണ്ട്. ഈ ആഘോഷ ദിവസങ്ങളിലെല്ലാം നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഇവിടെ പ്രധാനമായിട്ട് പെരുന്ന ക്ഷേത്രത്തിൽ 2 ഉത്സവങ്ങളാണ്. ഒന്ന് രണ്ടും ഭഗവാന്റെ ഉത്സവങ്ങൾ തന്നെയാണ്. ഒന്ന് വൃശ്ചികമാസത്തിലെ കാർത്തിക കൊടിയേറി ഉത്രനാളിൽ ആറാട്ടോടുകൂടി 10 ദിവസം, അതായത് വളരെ ഗംഭീരമായ ഉത്സവമാണ്. 7 ആന ഉൾപ്പെടെയുള്ള ആറാട്ടും 3 ആനയ്ക്ക് നിത്യം ഇവിടെ കാഴ്ച ശ്രീബലി ഉൾപ്പെടെയുള്ള മുഴുവൻ ചടങ്ങുകളും, ക്ഷേത്ര കലാപരിപാടികളാണെങ്കിലും അത്തരത്തിൽ തന്നെ പ്രഗത്ഭന്മാരായ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അതിന് ഉതകുന്ന തരത്തിലുള്ള കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് വളരെ ഗംഭീരമായ ഉത്സവം. കേരളത്തിൽ അറിയപ്പെടുന്നൊരു ഉത്സവം തന്നെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നൊരു ഉത്സവമാണ്. ഏറ്റവും ആദ്യം പെരുന്ന വേലായുധൻ്റെയാണ് തുടങ്ങുക. അതുപോലെ തന്നെയാണ് തൈപ്പൂയം. 2 ദിവസത്തെ തൈപ്പൂയം 2 കരക്കാരുടെയാണ്. കിഴക്കും ഭാഗം പടിഞ്ഞാറും ഭാഗം എന്നുള്ള 2 കരയുടെ, കിഴക്കും ഭാഗം കരയുടെ നമ്മുടെ വേഴക്കാട്ട് അമ്പലം എന്ന് പറയുന്ന ടൗണിനപ്പുറത്ത് ഏതാണ്ട് ഒരു 8 കിലോമീറ്ററോളം ഈ ക്ഷേത്രവുമായി സഞ്ചാരം ഉണ്ട്. അവിടെ നിന്ന് വൈകുന്നേരം ഒരു 6 മണിക്ക് പുറപ്പെട്ടാൽ തൃക്കണ്ണാപുരം ക്ഷേത്രത്തിൽ ടൗണിൽ ഒരു 8 മണിക്ക് അതെത്തുക എന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3-4 കിലോമീറ്റർ തന്നെ അതിൻ്റെ പലതരത്തിലുള്ള ടാബ്ലോകളും ഫ്ലോട്ടുകളും എന്ന് വേണ്ട വിശേഷാദി നാനാതരത്തിലുള്ള കാവടികൾ എല്ലാ തരം കൂടിയുള്ള ഒരു ആർഭാടമായ ഘോഷയാത്രയാണ് പെരുന്ന തൃക്കണ്ണാപുരം ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. അവിടെ നിന്ന് ഒരു 12-12:30 1 മണിയോടുകൂടി, ഏതാണ്ട് 1 മണിയോടുകൂടി പെരുന്ന ക്ഷേത്രത്തിലേക്ക് ഇത്രയും കാര്യങ്ങളോടുകൂടി വന്ന് പിന്നെ നമ്മുടെ ക്ഷേത്രത്തിനകത്ത് അഗ്നിക്കാവടിയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ തൈപ്പൂയത്തിനൊക്കെ ഒരു 50-60 അഗ്നിക്കാവടി തന്നെ ഉണ്ടായി. അത് മേശാന്തി അകത്തുനിന്ന് തീർത്ഥം തളിച്ച് അതിൻ്റെ പൂജകളും കഴിച്ച് ഈ അവിടെ കൂട്ടിയിട്ടുള്ള അഗ്നിക്കെല്ലാം തീ കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ആ അഗ്നിക്കാവടി നടക്കുകയായി. അതിനോടൊപ്പം തന്നെ പടിഞ്ഞാറ്റും ഭാഗത്തുനിന്നും ഇതിനോടൊപ്പം തന്നെ വരികയും പിന്നെ നമ്മുടെ പടിഞ്ഞാറ്റും ഭാഗത്തിൻ്റെ ആന കിഴക്കൻ ഭാഗക്കാരെ സ്വീകരിക്കലും തുമ്പിക്കൈ പൊക്കി അകത്തേക്ക് ക്ഷണിക്കലും ഇങ്ങനെയുള്ള വിശേഷങ്ങളായ ചടങ്ങുകൾ ഉൾപ്പെടെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുക. മാത്രമല്ല അത് ഏതാണ്ട് 2 കരക്കാരുടെയും ഗംഭീരമായ മേളവും കാര്യങ്ങളെല്ലാം കൂടി ഏതാണ്ട് ഒരു 4-4:30 കൂടിയാണ് ക്ഷേത്രത്തിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീണ്ടും മേശാന്തി ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാരെല്ലാവരും അപ്പോൾ തന്നെ കുളിച്ച് നട തുറക്കേണ്ട ചടങ്ങിലേക്കായി. പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് തീരുന്ന രാവിലെ 9-9:30 കൂടി 2 കരയിൽ നിന്നും കുട്ടികളുടെയും വലിയവരുടെയും എല്ലാം അഭിഷേകം ചെയ്തിട്ടുള്ള കാവടി ഘോഷയാത്ര ഈ പറഞ്ഞ പോലെ മുഴുവൻ തരത്തിലല്ലെങ്കിൽ പോലും പലതരത്തിലുള്ള കാര്യങ്ങളായിട്ട് പ്ലോട്ടുകളൊക്കെ ആയിട്ട് രാവിലെ കുറച്ച് വന്ന് കയറി ഭഗവാന്റെ അടുത്ത് അഭിഷേകങ്ങൾ നടത്തി അന്ന് മുഴുവൻ സമയവും ഇടവിട്ട് അഭിഷേകങ്ങൾ നടക്കും. ഉച്ചപൂജ വരെ, ഉച്ചപൂജ ഏതാണ്ട് 3-3:30 ആവും. അത് കഴിഞ്ഞ് നടയടച്ചാൽ വീണ്ടും വൈകുന്നേരം ഇവിടെ നാരായണത്തുകാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ നിന്ന് കിഴക്കൻ ഭാഗത്തിൻ്റെയും പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് അവിടെ നിന്നുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് അവിടെ നിന്നുള്ള ചേരുവാരത്തിൻ്റെ ഈ പറഞ്ഞ പോലുള്ള 4-5 ആനകളും 2 കരയുടെയും
രണ്ട് ഭാഗത്തുനിന്നും സഞ്ചരിച്ച് അതിനകത്തും ഈ പറഞ്ഞ പോലുള്ള പ്ലോട്ടുകളും കാര്യങ്ങളും എല്ലാമായി വളരെ വിശേഷമായ ഘോഷയാത്രയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. എനിക്ക് തോന്നുന്നു പങ്കെടുക്കുന്ന ഭക്തജനങ്ങളുടെ ഒരു എണ്ണം നമുക്കങ്ങനെ പ്രത്യേകിച്ച് എണ്ണി പറയാൻ സാധ്യമല്ല. മണ്ണിട്ടാൽ താഴാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ നിലത്ത് വീഴാത്ത തരത്തിലുള്ള ഭയങ്കര ഭക്തജന കൂട്ടായ്മയാണ് ഇവിടെ അന്നത്തെ ഈ 2 ദിവസങ്ങളിലും പങ്കെടുക്കുക. പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി രൗദ്രഭാവത്തിലുള്ള ശ്രീ സുബ്രഹ്മണ്യനെ ദർശനം ചെയ്ത് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി ഭഗവാന്റെ തിരുനടയിൽ ഒറ്റ നാരങ്ങ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞത് ഭഗവത് നിയോഗമായി കരുതുന്നു. പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെയും മറ്റു ഉപദേവതകളെയും പ്രാർത്ഥിച്ച് അവരുടെ സർവാനുഗ്രഹങ്ങളും വാങ്ങി ഈ ക്ഷേത്രത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ഭഗവാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനയും കൈക്കൊണ്ടു എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി